തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സമാഹരിച്ച 1500 കോടി രൂപ സർക്കാർ വെട്ടിച്ചത് കൈയോടെ പിടികൂടിയിരിക്കുകയാണ് ഹൈക്കോടതി. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം 2018 മുതൽ സമാഹരിച്ച തുകയാണ് സംസ്ഥാന സർക്കാർ കണക്കില്ലാതെ ചിലവഴിച്ചിരിക്കുന്നത്. തുക നിശ്ചിത സമയത്തിനുള്ളിൽ യഥാർത്ഥ കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് മാറ്റാൻ ഉത്തരവിറക്കി ഹൈക്കോടതി. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ജനം ബ്രേക്കിംഗ് ന്യൂസാണ്. വി വിനീഷ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. വിനീഷ്, എന്തായാലും ധൂർത്ത് ഇങ്ങനെ തുടരുക തന്നെയാണ് സംസ്ഥാന സർക്കാർ. അത് ഏത് വിധേന ലഭിച്ച പണമായാലും ശരി, അവരുടെ ധൂർത്ത്, പണം വകമാറ്റി ചിലവഴിക്കൽ, ഇതൊക്കെ ഇങ്ങനെ യഥേഷ്ടം നടക്കുന്നു. ഇപ്പോൾ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സമാഹരിച്ച 1500 കോടി രൂപയാണ് യാതൊരു വിധ കണക്കുകളും ഇല്ലാതെ ചിലവഴിച്ചു എന്നുള്ളത് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. വിവരങ്ങൾ. തീർച്ചയായിട്ടും കർഷകരുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് 2018 മുതലുള്ള തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സർക്കാർ സമാഹരിച്ച തുക സർക്കാർ തന്നെ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ച് പല വകകളായി ചിലവാക്കിയതായി കണക്കാക്കുന്നത്. പക്ഷേ ഈ ചിലവാക്കിയ കണക്കുകൾ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഹൈക്കോടതി ആരാഞ്ഞെങ്കിൽ പോലും കൃത്യമായ വിവരങ്ങൾ സർക്കാരിനെ കോടതിയുടെ മുന്നിൽ വയ്ക്കാൻ സാധിച്ചില്ല. ഈ ഘട്ടത്തിലാണ് കോടതി ഇപ്പോൾ നിലവിൽ ഉത്തരവിറക്കിയിരിക്കുന്നത്. 2018 മുതൽ സമാഹരിച്ച തുക കൃത്യമായി തന്നെ അത് കർഷകരിലേക്കും കർഷക ആശ്വാസങ്ങൾക്ക് എത്തുന്ന പദ്ധതികൾക്കുമായി ഉപയോഗിക്കേണ്ടതാണ്. ആ പദ്ധതിക്കായി ഉപയോഗിക്കേണ്ട കർഷക ആനുകൂല്യങ്ങൾക്കും കർഷക ആശ്വാസ പദ്ധതികൾക്കുമായി ഉപയോഗിക്കേണ്ട പണമാണ് ഇപ്പോൾ സർക്കാർ മാറ്റിയിരിക്കുന്നത്, വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നത്. 2018 മുതലാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാവുന്നതും അതിന് തൊട്ടു പിന്നാലെയാണ് ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സമാഹരിച്ച തുകയും റവന്യൂ വകുപ്പിന്റെയും ഒപ്പം തന്നെ കാർഷിക വകുപ്പിന്റെ, കൃഷി വകുപ്പിന്റെയും ഒപ്പം തന്നെ ധനവകുപ്പിന്റെയും ചുമതലയിലാണ് ഈ പണം സമാഹരിക്കുന്നത്. ഈ പണം സമാഹരിച്ചതിന് ശേഷം ധനവകുപ്പ്, റവന്യൂ വകുപ്പോ അല്ലെങ്കിൽ കൃഷി വകുപ്പോ അറിയാതെ ഈ പണം വകമാറ്റി ചിലവഴിച്ചു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കർഷകർ ഹൈക്കോടതിയെ സമീപിച്ചതും ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ ഉത്തരവുണ്ടായിരിക്കുന്നത്. ഏകദേശം 1500 കോടിയിലധികം രൂപ ഇത്തരത്തിൽ സമാഹരിച്ചു. ആ ഒരു പണമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നത്. കർഷക അഭിവൃദ്ധിക്കായി 1 രൂപ പോലും നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ ഈ കർഷകർക്കായി നൽകിയിട്ടില്ല. ഈ തുകയിൽ നിന്ന് സമാഹരിച്ച പണത്തിൽ നിന്ന് 1 രൂപ പോലും നൽകിയിട്ടില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം തന്നെ കോടതി ആരാഞ്ഞ മറ്റൊരു വിഷയവും ഇത്തരത്തിലായിരുന്നു. നിലവിൽ ഈ പണം എവിടേക്കാണ് മാറ്റിയത്, എവിടേക്കാണ് വകമാറ്റി ചിലവഴിച്ചത്? നേരത്തെ തന്നെ ഒരു കൃത്യമായ ഒരു ഏകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പും കൃഷി വകുപ്പും ധനവകുപ്പും ഒരുമിച്ചുള്ള ഒരു ഏകോപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ലഭിക്കുന്ന പണം ഒരു ശീർഷകത്തിൽ, പ്രത്യേകിച്ച് സർക്കാർ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ശീർഷകത്തിൽ സൂക്ഷിക്കുക. ആ ശീർഷകത്തിൽ നിന്ന് കർഷക ആനുകൂല്യങ്ങൾക്കും കർഷക അഭിവൃദ്ധിക്കും വേണ്ടി മാത്രം ചിലവഴിക്കുക എന്ന മാനദണ്ഡം നിലനിന്ന പദ്ധതിയിലാണ് ഇപ്പോൾ സർക്കാർ അട്ടിമറി നടത്തിയിരിക്കുന്നത്. കർഷകർക്ക് 1 രൂപ പോലും നൽകാതെ ആ പണം ധനവകുപ്പ് വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിശ്ചിത കാലയളവിനുള്ളിൽ ഉടൻ തന്നെ പണം തിരിച്ച് നേരത്തെ സർക്കാർ പറഞ്ഞ അതേ ശീർഷകത്തിൽ കൃത്യമായി പണം നിക്ഷേപിച്ചതിന് ശേഷം കാർഷിക ആനുകൂല്യങ്ങൾക്ക്, കർഷക ആനുകൂല്യങ്ങൾക്ക്, കർഷകരുടെ സമാശ്വാസ പദ്ധതികൾക്ക് അത് വിനിയോഗിക്കണമെന്ന കർശന നിർദ്ദേശം ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവ് വന്നിട്ട് പോലും ഒരു പടി പോലും മുന്നോട്ട് നീങ്ങാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. കാരണം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്കുള്ള പദ്ധതിക്കായുള്ള ധനസമാഹരണത്തിൽ പോലും സംസ്ഥാന സർക്കാർ കൈയിട്ട് വാരിക്കൊണ്ട് കർഷകരെ വരെ വഞ്ചിക്കുന്ന ജനദ്രോഹ നയം തന്നെയാണ് ഇപ്പോൾ ഇടത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 1500 കോടി രൂപ നേരത്തെ സർക്കാർ നിശ്ചയിച്ചിരുന്ന ശീർഷകത്തിൽ തന്നെ നിക്ഷേപിച്ചുകൊണ്ട് കർഷക ധനസമാഹരണത്തിനും കർഷകരുടെ സമാശ്വാസത്തിനും വേണ്ടി പദ്ധതിയുടെ പണം വിനിയോഗിക്കണമെന്ന ഉത്തരവും ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിനീഷ്, അതോടൊപ്പം ഇതിൽ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ യഥാർത്ഥ കാർഷിക അഭിവൃദ്ധിക്കായുള്ള ഫണ്ടിലേക്ക് തുക മാറ്റാനുള്ള ഉത്തരവ് ഹൈക്കോടതി നിലവിൽ ഇറക്കിയിട്ടുണ്ടല്ലോ. ഇത് അനുസരിച്ച് ഈ തുക സർക്കാരിന് സാധിക്കുമോ ഈ നിശ്ചിത കാലയളവിൽ തന്നെ ഫണ്ടിലേക്ക് മാറ്റാൻ?
നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ അത്തരമൊരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാരിന് നീങ്ങാൻ കഴിയില്ല. കാരണം ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ സർക്കാരിന്റെ കയ്യിൽ നയാ പൈസ ഇല്ലാത്ത ഘട്ടം വന്നു. ആ ഘട്ടത്തിലാണ് കർഷക ആനുകൂല്യങ്ങൾക്കായി അല്ലെങ്കിൽ കർഷക അഭിവൃദ്ധിക്കായി മാറ്റിവെച്ചിരുന്ന ഫണ്ടിൽ പോലും കൈയിട്ട് വാരി പിണറായി സർക്കാർ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പിനും ഈ ഒരു പണം സമാഹരിക്കുമ്പോൾ 2018 തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം പണം സമാഹരിക്കുന്ന സമയത്ത് ആ പണത്തിന്റെ വിനിയോഗത്തിന്റെ പദ്ധതികൾ മാനദണ്ഡങ്ങളെല്ലാം തന്നെ കൃത്യമായി തയ്യാറാക്കിയിരുന്നതാണ്. ആ മാനദണ്ഡങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പണം വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ നേരിടുന്ന ഒരു ഘട്ടമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കർഷക ഫണ്ടിലേക്കും കൂടി കൈയിട്ട് വാരി കർഷക അഭിവൃദ്ധിക്കായി കർഷകർക്ക് താങ്ങുവില നൽകേണ്ട പണത്തിൽ നിന്ന് പോലും കൈയിട്ട് വാരിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഇത് സർക്കാരിന്റെ പൂർണ്ണ പരാജയമാണ്. കാർഷിക ആനുകൂല്യങ്ങൾ കർഷകർക്ക് നേരിട്ടെത്തിക്കുന്നതിൽ വലിയ വീഴ്ച ഇതിലൂടെ സംസ്ഥാന സർക്കാരിന് സംഭവിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഉടൻ തന്നെ പണം തിരിച്ചു നിക്ഷേപിക്കണം, അതേ ശീർഷകത്തിൽ തിരിച്ചു നിക്ഷേപിക്കണമെന്ന കർശന നിർദ്ദേശവും കോടതി ഉത്തരവും പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ എങ്ങനെ ഈ പണം കണ്ടെത്തും, അല്ലെങ്കിൽ ഈ പണം ചിലവാക്കിയ പണം എങ്ങനെ സമാഹരിക്കും എന്നതാണ് ഉയരുന്ന ചോദ്യം. ഒപ്പം തന്നെ ഈ പണം എവിടേക്കാണ് ചിലവഴിച്ചത് എന്ന് സംബന്ധിച്ചുള്ള ഹൈക്കോടതിയുടെ പരാമർശത്തിൽ അതിന് കൃത്യമായ നിലപാട് പറയാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടൻ പണം തിരിച്ച് ഈ സർക്കാരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രത്യേകിച്ച് അതേ ശീർഷകത്തിൽ തന്നെ ഉടനെ നിക്ഷേപിക്കണം എന്ന ആവശ്യം, അത്തരത്തിലുള്ള ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.